ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് എവരിവൺ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പൈത്തൺ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിൽ ഫിഷിംഗ് അറ്റാക്ക്. ഓക്കെ, ഫിഷിങ്ങിൻ്റെ തേർഡ് മെത്തേഡായിരുന്നു അപ്ലോഡ്, വോയിസ് ഫിഷിംഗ് ആയിരുന്നു അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പൈത്തൺ ആണ്. പൈത്തണിൽ എന്താണ് സ്ട്രിങ്, അതുപോലെ തന്നെ എന്താണ് നമ്പേഴ്സ്. നമ്മൾ ഇതിനു മുമ്പ് പൈത്തൺ പാർട്ട് 2 നമ്മൾ കവർ ചെയ്തിരുന്നു. വേരിയബിൾസ് എന്താണ്, എങ്ങനെയാണ് വേരിയബിൾസ്, എന്താണ് വേരിയബിൾസിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും എത്തിക്കൽ ഹാക്കിങ്ങിൽ നമുക്ക് പൈത്തൺ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു കോഡ് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ സെൽഫായിട്ട് നമുക്ക് ടൂൾ ബിൽഡ് ചെയ്യുമ്പോൾ ഒന്നും ബാഷ് അതുപോലെ പൈത്തൺ. സോ പൈത്തൺ കഴിഞ്ഞാൽ ഞാൻ ബാഷ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഇത് രണ്ടും നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഇതിൽ മാസ്റ്റർ ആവേണ്ട കാര്യമില്ല, ബട്ട് നമുക്ക് കോഡ് എന്താണെന്ന് നോക്കി നമുക്ക് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ എന്തായാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കോഡിങ് അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ സൈബർ സെക്യൂരിറ്റിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് പൈത്തണിൽ സ്ട്രിങ് എന്താണെന്ന് നോക്കാം. സോ വാട്ട് ആർ ദ സ്ട്രിങ്സ് ഇൻ പൈത്തൺ? എ സ്ട്രിങ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സിമ്പിൾസ് ഓർ സ്പേസസ് എൻക്ലോസ്ഡ് വിത്ത് കോഡ്സ്. അതായത് ഈ ഒരു കോഡ്സ് കാണുന്നില്ല നിങ്ങൾക്ക്, ആ കോഡ്സിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും, ഇഫ് നമ്പേഴ്സ് ആയിക്കോട്ടെ, അത് സിമ്പിൾസ് ആയിക്കോട്ടെ, എനിത്തിങ് വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ പൈത്തൺ എന്തായിട്ടാണ്, സ്ട്രിങ് ആയിട്ടാണ് നോക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ, ഈ ഒരു നിങ്ങൾക്ക് കോഡ്സ് ആണ്, ഈ കോഡ്സിൻ്റെ ഉള്ളിൽ ഹലോ, ഇതിനെ പൈത്തൺ എന്താ, സ്ട്രിങ് എന്ന് പറയുന്നു. ഓക്കെ, ഷാരോൺ 1 2 3 ABC, ഇതിനെല്ലാം ഒരു സ്ട്രിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് സ്ട്രിങ്, എ സ്ട്രിങ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ആ ക്യാരക്ടേഴ്സ് എന്തോ ആവട്ടെ, ലെറ്റേഴ്സ് ആവട്ടെ, നമ്പേഴ്സ് ആവട്ടെ, അഥവാ സിമ്പിൾസ് ആവട്ടെ. ഓക്കെ, അതിന് ആ കോഡ്സിൻ്റെ ഉള്ളിൽ വന്ന് അതിനെ പൈത്തൺ എന്തായിട്ടാണ് വായിക്കത്തുള്ളൂ, അതൊരു സ്ട്രിങ് ആയിട്ടേ വായിക്കത്തുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അത് ഇപ്പോൾ 1 2 3 ABC, ഇതിന് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, അതിന് കോഡ്സ് ഇടുമ്പോൾ പൈത്തൺ അതിനെ ഒരു സ്ട്രിങ് ആയിട്ടാണ് കണക്കൂട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത നോക്കുമ്പോൾ വാട്ട് ആർ നമ്പേഴ്സ് ഇൻ പൈത്തൺ? Numbers in Python are values that represent quantity or count. They can be integer ആവാം, ഫ്ലോട്ട് ആവാം. അത് നമ്പേഴ്സ് ഇൻ പൈത്തൺ എന്ന് പറയുമ്പം അതായത് ഒരു നമ്മളിപ്പം വേരിയബിൾസ് നമ്മൾ പഠിച്ചിരുന്നു, ഇപ്പം പോർട്ട് നമ്പർ. സോ അങ്ങനെ ഓരോ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്റ് എന്ന് പറയുമ്പോൾ വോൾ നമ്പേഴ്സ് ആണ്. ഇപ്പം 5 22 10 അങ്ങനെ വോൾ നമ്പേഴ്സ് പോവാം, ഇൻഫിനിറ്റി. ഓക്കെ, ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഡെസിമൽ നമ്പേഴ്സ്, ഇപ്പം 3.14 0.5 ഇതിനൊക്കെ എന്താണ് പൈത്തണിൽ ഇന്റ് ഫ്ലോട്ട്. ഇപ്പം നമ്മൾ സി നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്റ് ഫ്ലോട്ട് അങ്ങനെ കുറെ എന്താണ് ഡാറ്റ ടൈപ്സ് കാണാം. സോ പൈത്തണിൽ നമ്പേഴ്സിന്റെ ഡാറ്റ ടൈപ്സ് ഇന്റ് ഫ്ലോട്ട് ഇതുപോലെയൊക്കെ വരും. സോ ഇവിടെ എക്സാമ്പിൾ നമുക്ക് കാണാം, ഏജ് ഈക്വൽ ടു 25. സോ ഇതൊരു ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ ഇതൊരു വോൾ നമ്പർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം ഇന്റ് 25 തന്നെ കൊടുക്കണം, ഒരു ഇൻറ്റീജർ നമ്പർ കൊടുക്കണം. അതേസമയം നമ്മൾ ഇന്റ് ഈക്വൽ ടു 3.40 എന്ന് കൊടുക്കുവാണെങ്കിൽ, സോ അതൊരു ഡെസിമൽ നമ്പർ, അവിടെ എന്ത് പറ്റും, ഒരു എറർ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ പോർട്ട് ഈക്വൽ ടു 22, സോ അതൊരു ഇൻറ്റീജർ നമ്പറാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പൈത്തണിൽ സ്ട്രിങ്സും നമ്പേഴ്സും. സോ നിങ്ങൾക്ക് സ്ട്രിങ്സ് നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഡാറ്റ ടൈപ്സിൽ വരുന്നതാണ്. സോ നിങ്ങൾക്ക് പൈത്തൺ ബേസിക് അറിയാത്ത പലരും ഉണ്ടാകും. സോ നമ്മൾ കുറേ ഞാൻ ഇപ്പം ഇതിൽ ഡയറക്ടറീസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ബിറ്റാക്കിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ സ്ട്രിങ്ങും നമ്പേഴ്സും എന്താ മനസ്സിലായെന്ന് വിചാരിക്കും. സോ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കാം. സോ നിങ്ങളും എന്തായാലും VS Code ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇന്ന് തൊട്ട് കമ്മ്യൂണിറ്റി ചാനലിൽ ഞാൻ നിങ്ങൾക്ക് പൈത്തൺ വെച്ചിട്ടുള്ള ടാസ്കും കാര്യങ്ങളും ഞാൻ തരാം. സോ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുവാണല്ലോ. സോ നിങ്ങൾക്കും എൻ്റെ കൂട്ട് ടൂൾസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറെ യൂസസ് ഉണ്ടാവും. അപ്പം നിങ്ങളും മാക്സിമം എന്താണ് ടൂൾസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് സെൽഫായിട്ട് ഒരു സ്ക്രിപ്റ്റ് കടി അല്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫിഷിംഗ് അറ്റാക്കും അതുപോലെ തന്നെ പല ടൂൾസും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പൈത്തണും എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇന്ന് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വന്നത് ഞാൻ നിങ്ങൾക്ക് പാസ്വേഡ് അറ്റാക്ക്, പിന്നെ അതുപോലെ SQL ഇഞ്ചക്ഷൻ, സോ ഇതൊക്കെ നമുക്ക് പെൻഡിങ് ആണ്, പഠിക്കാൻ കിടപ്പുണ്ട്. അപ്പം പാസ്വേഡ് അറ്റാക്കിൽ പോകുന്ന നമുക്ക് കുറച്ച് പ്രോഗ്രാമിൻ്റെ കുറച്ച് ഗെറ്റ് ആൻഡ് പോസ്റ്റ് റിക്വസ്റ്റ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അതൊന്നും കൂടെ ഒന്ന് നിങ്ങൾ റെഡി ആക്കിയിട്ട് ഞാൻ എടുക്കാമെന്നാണ് വിചാരിച്ചത്. സോ നമുക്ക് എന്തായാലും ഇന്ന് പൈത്തൺ കവർ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മുടെ പൈത്തണിലെ ഫോൾഡറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. ഞാൻ എങ്ങനെ പൈത്തൺ ഇൻട്രൊഡക്ഷനിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സ്ട്രിങ്സും നമ്പേഴ്സും ഒക്കെ വരുന്ന ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഈ നെയിം എന്താണ്, വേരിയബിൾ ആണ്. സോ നമ്മൾ വേരിയബിളിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ പാർട്ട് 2 വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അത് മാത്രം എന്നിട്ട് മാത്രം ഇത് കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, നെയിം ഈക്വൽ ടു, സോ ഞാൻ ഇവിടെ എൻ്റെ പേരാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രിങ് കാണാം. ഈ ഒരു 2 സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ മാത്രമാണ് എന്ത് വരാൻ പാടുള്ളൂ, നമ്മൾ എന്താണ് കൊടുക്കാൻ പോകുന്നത്, ആ ഒരു ക്യാരക്ടർ വരാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ഷാരോൺ എൻ്റർ ചെയ്തു.
ഓക്കെ, ഷാരോൺ എൻ്റർ ചെയ്തു. ഇതിപ്പം പൈത്തൺ എന്താ ഇതിനൊരു സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിനൊരു സ്ട്രിങ് ആയിട്ട്, സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ ആയിട്ട് വായിക്കത്തുള്ളൂ. സോ ഞാൻ അവിടെ ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ടു. സോ ഞാൻ ഷിഫ്റ്റ്, ഇപ്പം ഞാൻ കോഡ്സ് ഇട്ടു. കോഡ്സിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഏജ് ഡിക്ലെയർ ചെയ്തു. സോ എൻ്റെ ഏജ് 23 ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഡിക്ലെയർ ചെയ്യുമ്പോൾ പൈത്തൺ ഇതിനെ എന്താ ഒരു വാല്യൂ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. പൈത്തൺ ഇതിനെ തിരിച്ചൊരു ടെക്സ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, കോഡ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ പൈത്തൺ ഇതിനെ ഒരു ക്യാരക്ടർ, ഒരു സ്ട്രിങ് ക്യാരക്ടർ ആയിട്ടാണ്, അല്ല ഒരു നമ്പർ വാല്യൂ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം ഔട്ട്പുട്ട്. സോ റൺ ചെയ്യാൻ വേണ്ടി ആയിട്ടില്ലായിരുന്നു. സോ ഓക്കെ, നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രിന്റിന്റെ ഫംഗ്ഷൻ എന്തായാലും നമുക്ക് എന്താണോ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. സോ ഞാൻ അവിടെ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഞാൻ പാർട്ട് 1 പ്രിന്റ് എന്തിനാ യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, പ്രിന്റ് നെയിം, ഇപ്പം നമ്മുടെ ഔട്ട്പുട്ട് ഈ പ്രിന്റ് നെയിം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതായത് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലെ കണ്ടന്റ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തിനാണ്? മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിനെ കോൾ ചെയ്തു. അപ്പം നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ എന്ത് ചെയ്യും? എന്താണോ ആ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത് അതിനെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അടുത്തത് ഏജ്. സോ പ്രിന്റ് ഏജ്. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഷാരോൺ 23. സോ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഷാരോൺ 23. ഇപ്പം ഇതിനെ ഒരു 23 എന്ന് പറയുമ്പോൾ അതിനൊരു ടെക്സ്റ്റ് ആയിട്ടായിരിക്കും വായിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം അതിനൊരു വാല്യൂ ആയിട്ടല്ല വായിച്ചേക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് പൈത്തണിലെ സ്ട്രിങ്സ്. ഇനി സ്ട്രിങ്സിൽ നമുക്ക് എന്താണ് ഇത്ര ഒരു ആൽഫബറ്റിക് ക്യാരക്ടർ മാത്രം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. സോ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ്. അപ്പോൾ അതിനാണ് പ്രിന്റ്. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നെയിം, നമ്മുടെ വേരിയബിൾ എന്താണോ ആ വേരിയബിൾ. ഓക്കെ, പാരൻറ്റൈസിസ് ഓപ്പൺ ചെയ്തു. അവിടെ നിന്ന് നമുക്ക് ഇന്ന തൊട്ട് ഇപ്പം എനിക്ക് എൻ്റെ നെയിമിൻ്റെ ഇപ്പം ഒരു 3 ക്യാരക്ടർ വായിക്കണം. സോ ഒരു 3 ക്യാരക്ടർ മാത്രം എനിക്ക് പ്രിന്റ് ചെയ്ത് തരണം. ഓക്കെ, അതിനെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം എനിക്ക് 0 to 3 ക്യാരക്ടർ. ഓക്കെ, 0 to 3. ഓക്കെ, ഇവിടുന്ന് 3 ക്യാരക്ടർ മാത്രം എനിക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഇവിടെ കാണാം SHA. ഓക്കെ, ഇത് ഒരു 3 ക്യാരക്ടർ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. സോ എൻ്റെ നമ്പർ ഇവിടെ നിങ്ങൾക്ക് എണ്ണുമ്പോൾ കൺഫ്യൂഷൻ വരും. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ എൻ്റെ പേരോട് ഷാരോൺ ഞാൻ എൻ്റർ ചെയ്തു. സോ അതിന് നമ്മുടെ പൈത്തൺ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിക്കോട്ടെ നമ്മുടെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുമ്പം ഇൻഡെക്സ്, അതായത് 0 വാല്യൂ തൊട്ടാണ് കൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പം 0, 1, 2, 3, 4, 5. ഓക്കെ, ഇങ്ങനെയാണ് പ്രോഗ്രാമിങ്ങിൽ ഇൻഡെക്സ് വാല്യൂ കൗണ്ട് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത മെത്തേഡിന് പ്രിന്റ് സ്ലൈസിംഗ് എന്ന് പറയും, അഥവാ നമ്പർ സ്ലൈസിംഗ് എന്ന് പറയും. അത് പൈത്തണിൽ യൂസ് ചെയ്യുന്നത് ഒരു ഇത്ര ക്യാരക്ടേഴ്സ് മിനിമം റീഡ് ചെയ്യുന്നതിന് നമ്പർ സ്ലൈസിംഗ് എന്ന് പറയും. അപ്പം എന്തുകൊണ്ട് ഇവിടെ നോക്കാം. ഓക്കെ, അപ്പം 3 എന്ന് പറയുമ്പോൾ 6 വരണം. ഓക്കെ, ഇവിടെ 3 എന്ന് പറയുമ്പോൾ 6 വരണം. പക്ഷെ എന്തുകൊണ്ട് 6 വന്നില്ല? അതായത് നമ്മൾ പൈത്തണിലെ ഫംഗ്ഷൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു കൊടുത്തു പൈത്തണിനോട്. സോ 0 to 3. ഓക്കെ, 0 തൊട്ട് 3 വരെയുള്ള ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യാനാണ് പൈത്തണിനോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 0 S പ്രിന്റ് ചെയ്തു, H പ്രിന്റ് ചെയ്തു, A പ്രിന്റ് ചെയ്തു. ബട്ട് 3 എടുക്കത്തില്ല. കാരണം 3 വരുമ്പം അവിടെ സ്റ്റോപ്പ് ആവും, പക്ഷെ അത് ഇൻക്ലൂഡ് ആവത്തില്ല. നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്? 3 വരെ എടുക്കാനാണ്. സോ 3 വരുമ്പോൾ 3 വരെ സ്റ്റോപ്പ് ആവത്തുള്ളൂ. സോ ഇൻഡെക്സ് വാല്യൂ വെച്ച് നോക്കുമ്പം 1, 2, 3. ഓക്കെ, അങ്ങനെയാണ് വന്നേക്കുന്നത്. സോ ഇൻഡെക്സ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 1, 2, 3 3 ക്യാരക്ടേഴ്സ് വന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണത് പ്രിന്റ് ആവുന്നത്. സോ അങ്ങനെയാണ് പൈത്തണിലെ നമ്പർ സ്ലൈസിങ് വർക്ക് ആവുന്നത്. സോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് കാണിച്ചെന്നാണ്. ഇത് നമുക്ക് പ്രോഗ്രാമിലും അല്ലെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് അടുത്തൊരു വേരിയബിൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഓക്കെ, ഞാൻ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. സോ പാസ്വേഡ് ഈക്വൽ ടു പാസ്വേഡ് എന്ന വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. സോ ഷിഫ്റ്റ്. ഓക്കെ, ഇവിടെ എന്ത് കോഡ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. സോ പാസ്വേഡ് 1, 2, 3 ഷാരോൺ 890. ഓക്കെ, ഇങ്ങനെ ഒരു പാസ്വേഡ് ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. സോ പാസ്വേഡ് എന്ന വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനകത്തുള്ള ഞാൻ പാസ്വേഡ് ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, പ്രിന്റ് പാസ്വേഡ്.
പാസ്വേഡ്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ പാസ്വേഡ് കാണാം 123 ഷാരോൺ 890. സോ ഇങ്ങനെയാണ് പൈത്തണിൽ സ്ട്രിങ്സ് വർക്ക് ചെയ്യുന്നത്. സോ സ്ട്രിങ്സ് എന്തെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ പൈത്തണിൽ സ്ട്രിങ്സ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്താണ് ഒന്ന് പോയി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ മനസ്സിലാവും. ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കത്തും, പിന്നീട് പറയേണ്ട കാര്യമില്ല, പിന്നീട് കത്തത്തില്ല. അപ്പോൾ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന പോലെ തന്നെ ഏറ്റവും ചെറിയ രീതിയിലാണ് കൺസ്യൂം പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് നമുക്ക് നമ്പേഴ്സും കാര്യങ്ങളും നോക്കാം. ഓക്കെ, നമ്പേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സ്ട്രിങ് പഠിച്ചു. അടുത്തായിട്ട് നമുക്ക് നമ്പേഴ്സ് നോക്കാം. നമ്പേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മളൊന്ന് റിമൂവ് ആക്കുക. സോ ഏറ്റവും ഈസി ലാംഗ്വേജ് ആണ് പൈത്തൺ. സോ പൈത്തൺ അത്രയും പവർഫുൾ ലാംഗ്വേജ് ആണ്. പൈത്തൺ പഠിച്ചാൽ നമുക്ക് അത്ര ബെനിഫിറ്റും കാര്യങ്ങളുണ്ട്. പൈത്തൺ ഭാഷ, സോ ഞാൻ ഇത് വെച്ചാണ് മിക്ക എൻ്റെ ടൂൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പൈത്തൺ ഭാഷ മാത്രമല്ല, നമുക്ക് HTML, ജാവാസ്ക്രിപ്റ്റ് ഇതിൻ്റെ കുറച്ച് ബേസിക് അറിഞ്ഞാലാണ് നമുക്ക് വെബ് ടെസ്റ്റിങ്, എക്സസൈസ് സ്ക്രിപ്റ്റിംഗ് നടത്തുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് അതൊക്കെ കവർ ചെയ്യാം, നിങ്ങളതൊന്നും ഓർത്ത് പറയാവണ്ട. ഓക്കെ, ജസ്റ്റ് നമുക്കിപ്പോൾ നമ്പർ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് നമ്പേഴ്സും നമ്മൾ പറഞ്ഞു. ഇപ്പം നമുക്ക് എങ്ങനെയാണ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പ്രിന്റ് ചെയ്തെന്ന് നോക്കാം. സോ ഏജ്, ഇപ്പം ഞാൻ എൻ്റെ ഏജ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഏജ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. എൻ്റെ ഏജ് 23. ഓക്കെ, ഏജ് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഏജ് ഞാൻ ഡിക്ലെയർ ചെയ്തു. സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു വാല്യൂ അസൈൻ ചെയ്തു. പക്ഷേ ഇവിടെ സ്ട്രിങ് ഇല്ല. ഇൻ കേസ് സ്ട്രിങ് ആവുകയാണെങ്കിൽ അവിടെ എന്താണ് പ്രശ്നം? പൈത്തൺ അതിന് സ്ട്രിങ് ആയിട്ടാണ് വായിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ബൂളിയൻ വാല്യൂ ആണ്. ഓക്കെ, ഒരു ബൂളിയൻ വാല്യൂ ആണ് നമുക്കിവിടെ വേണ്ടത്. സോ ഇവിടെ നമ്മൾ ഏജ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്തു. സോ അടുത്ത് ഒരു പോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പോർട്ട് ഈക്വൽ ടു 22. പോർട്ട് 22 ഏതാ റൺ ചെയ്യുന്നത്? FTP സെർവറാണ്. സോ നമ്മളിവിടെ ഒരു എന്താണ് പറയുക, പോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ 22ലാണ് റൺ ചെയ്യുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് ഏജ്, അതുപോലെ തന്നെ പ്രിന്റ്. അപ്പോൾ അടുത്ത് എന്തായിരിക്കും വരുന്നത്? പ്രിന്റ് പോർട്ട്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതായത് പ്രിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ട ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയില്ല. അപ്പം ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിനെ കോൾ ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിലത്തെ കാര്യം ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, പ്രിന്റ് പോർട്ട്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണാം 23, 22. സോ ഏജ് ഈക്വൽ 23 വരും. അതുപോലെ തന്നെ പോർട്ട് ഈക്വൽ ടു 22. ഞാൻ ഓക്കെ, വേരിയബിൾസിൽ ഞാൻ പാർട്ട് 2 പൈത്തണിലെ വേരിയബിൾസിൽ ഇതെങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വേരിയബിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആക്കുക. ഇപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ 23, 22 കാണുന്നുള്ളൂ. പക്ഷെ ഇതെങ്ങനെയാണ് മീനിങ് ഫുൾ ആക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് വേർഡ്സും കാര്യങ്ങളും കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്കിതിൽ വേർഡ്സും കാര്യങ്ങളും എങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതായത് സ്ട്രിങ്ങും നമ്പേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു കോഡ് റൺ ചെയ്ത് നോക്കാം. അപ്പം അതിന് നമ്മൾ ആദ്യം നെയിം ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. സോ അതിലേക്ക് നെയിം ഒരു വാല്യൂ ഒരു ക്യാരക്ടർ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഷാരോൺ. ഓക്കെ, എൻ്റെ നെയിം ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, അതിലേക്ക് അടുത്ത ഞാൻ ഏജ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഏജ് ഈക്വൽ ടു 23. ഒരു ഏജ് ഞാൻ ഡിക്ലെയർ ചെയ്തു. അടുത്ത് ഇവിടെയാണ് നമുക്കിനി ഞാനിപ്പം എനിക്ക് വേണ്ടത് ഷാരോൺ ഈസ് 23 years old. സോ എനിക്ക് അങ്ങനെ പ്രിന്റ് ചെയ്യണം. അപ്പം അതിന് എങ്ങനെ ചെയ്യാം നമുക്ക്? സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിലേക്ക് ഞാൻ നമ്മുടെ ഫസ്റ്റത്തെ വേരിയബിൾ എന്താണോ അത് എൻ്റർ ചെയ്യുന്നു. ദെൻ പ്ലസ്. ഓക്കെ, അതായത് പൈത്തണിൽ +1 എന്ന് പറയുമ്പോൾ ഒന്നിനോട് കൂട്ടിക്കൂട്ടി പോകുന്നതിനാണ് +1 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് +1 ഒന്നിനോട് കൂട്ടി പോകുന്നതിനെയാണ് നമ്മൾ ഇവിടെ പ്ലസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം പ്ലസ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ട്രിങ്. അപ്പം എനിക്കിനി ഞാൻ ഷാരോൺ ഈസ് 23 years old. സോ എനിക്ക് അങ്ങനെ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു ഈസ് കൊടുക്കുവാണ്. സോ ഞാൻ ഇവിടെ സ്ട്രിങ് കൊടുക്കുവാണ്, ഈസ്. ഓക്കെ, ഈസ് എന്ന് പറയുന്ന സ്ട്രിങ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തു. പിന്നെ ഞാൻ പ്ലസ് ചെയ്യാണ്. സോ ഇനി ഞാൻ പ്ലസ് കൊടുക്കുകയാണ്. ഇവിടെ പ്ലസ് കൊടുത്തു. അപ്പം ഒന്ന് നെയിമിൻ്റെ കൂടെ കൂട്ടി അതിൻ്റെ പിന്നെ സ്ട്രിങ് വാല്യൂ കൊടുക്കുകയാണ്.
ഓക്കെ. സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഏജ്. ഇവിടെ ഞാൻ ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ. ഇവിടെ ഞാൻ പ്ലസ് കൊടുക്കുകയാണ്. സോ പ്ലസ്. ഓക്കെ. ഇനി എൻ്റെ ഇയർ. ഓക്കെ, ഞാൻ ഇത്ര ഇയർ ആണെന്നുള്ളത് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നു. സോ പിന്നെയും കോഴ്സ് ഇട്ടു. സോ ഇയേഴ്സ്. ഓക്കെ, ഇയേഴ്സ് ഓൾഡ്. ഇവിടെ എനിക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്കറിയാം. ബട്ട് ഔട്ട്പുട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് റൺ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പം നെയിം കൊടുത്തു, അതിനൂടെ ഈസ് കൊടുത്തു, പിന്നെ പ്ലസ് കൊടുത്തു. അതായത് പ്ലസ് ഒന്നിനോടൊന്ന് കൂടി ചേരുന്നതിനാണ് ഇവിടെ പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ ഞാൻ എന്തൊക്കെ ഡിക്ലെയർ ചെയ്തു, എന്തൊക്കെ ഫംഗ്ഷനെ ഞാൻ വിളിച്ചു. ഒന്ന് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിനെ കോൾ ചെയ്തു, അതുപോലെ തന്നെ ഏജിന് ഞാൻ കോൾ ചെയ്തു. ഓക്കെ. ഇങ്ങനെയാണ് എന്ത് നമുക്ക് അതായത് ലെറ്റേഴ്സും നമ്പേഴ്സും കൂടെ കമ്പൈൻ ചെയ്യുക. അതായത് നമുക്ക് സ്ട്രിങ്ങും ബൂളിയൻ വാല്യൂസും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ റൺ ചെയ്ത് നോക്കാം. സോ ഷാരോൺ ഈസ് 23 years old. നമുക്കിവിടെ കാണാം ഷാരോൺ ഈസ് 23 years old എന്നാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണാം ഷാരോൺ ഈസ് 23 years old. സോ ഇങ്ങനെയാണ് ലെറ്റേഴ്സും നമ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യണമെന്ന് കമ്പൈൻ ചെയ്ത് റൺ ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഈസിന്റെ പകരം വേറെ എന്തെങ്കിലും ചേർക്കാം. ഇപ്പം ഞാൻ നോ ചേർത്തു. ഓക്കെ, ഞാൻ ഇവിടെ നോ ചേർത്തു. സോ നമുക്കിവിടെ റൺ ചെയ്ത് നോക്കാം ഔട്ട്പുട്ട് എന്ത് വരുന്നു. ഷാരോൺ നോ 23 years old എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് പൈത്തണിൽ നമ്പേഴ്സും ക്യാരക്ടേഴ്സും പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ കുറച്ച് കൺഫ്യൂഷനും ഉണ്ടാവും എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നതെന്ന്. സോ പ്രാക്ടീസ് എടുക്കുക നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇത് വർക്ക് ആവുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്ട്രിങ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു, നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് എളുപ്പമാണ്. പൈത്തൺ ഓൾറെഡി ഞാൻ പറഞ്ഞു പൈത്തണാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. സോ നമുക്ക് പൈത്തൺ പഠിച്ചാലാണ് നമുക്കൊരു ബേസിക് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. സോ നമുക്ക് പൈത്തൺ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പൈത്തൻ്റെ ഒരു ഏകദേശം നിങ്ങൾക്ക് ബേസിക് ആയി കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ടാസ്കും കാര്യങ്ങളും ഞാൻ തരാം. സോ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അവിടെ ഞാൻ നിങ്ങൾക്ക് ടാസ്കും കാര്യങ്ങളും തരാം. നിങ്ങൾ അത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് ടാസ്ക് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എന്നിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ആണ് നിങ്ങൾ കണ്ടെങ്കിൽ ജസ്റ്റ് ഇന്നത്തെ ഇതിന്റെ ബേസ് ഒരു ടാസ്ക് തരും. സോ നിങ്ങൾ ആ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് പ്രാക്ടീസും കൂടി ആവും. ഓക്കെ, അങ്ങനെ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് റിപ്ലൈ ഒരു മെസ്സേജ് അയക്കുക. എനിക്ക് ഫ്രീ ടൈമിൽ ഞാൻ റിപ്ലൈ തരാം. മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ആരും എത്തിക്കൽ ഹാക്കിങ്ങും അതുപോലെ പൈത്തണിലൊക്കെ ഇഷ്ടം പോലെ കോഴ്സ് ഫ്രീ ആയിട്ട് ഇടും. പക്ഷേ സൈബർ സെക്യൂരിറ്റി ഒക്കെ ജസ്റ്റ് ആരും ഫ്രീ ആയിട്ട് അങ്ങനെ പഠിപ്പിച്ചില്ല. സോ ഞാൻ നിങ്ങൾക്ക് വരുന്നൊരു ജനറേഷന് വേണ്ടി ഒരു എത്തിക്കൽ ഹാക്കിംഗ് സൈബർ സെക്യൂരിറ്റി ജനറേഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ നിങ്ങൾക്കും നിങ്ങളെന്താണ് അതിന് നിങ്ങളൊരു എഫേർട്ട് ഇടുക. സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും കൂടെ ഉണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് പൈത്തണിൽ സ്ട്രിങ്സും നമ്പേഴ്സും എന്താണെന്ന് പരിചയപ്പെടുത്തി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റേ വീഡിയോ ഇനിയും കാണാം. ബൈ.